പട്ടികജാതി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സന്റെ ജാമ്യഹർജി കോടതി തള്ളി. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് പ്രശോഭിന് ജാമ്യം നിഷേധിച്ചത്. പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യാൻ സാധ്യതയെന്ന് കോടതി വിലയിരുത്തി. പട്ടികജാതി യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ പ്രതി പ്രശോഭ് സി വത്സൻ നൽകിയ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി ജയപ്രഭുവാണ് ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷം ജാമ്യം നിഷേധിച്ചത്. ജോലി വാഗ്ദാനം നൽകി യുവതി താമസിക്കുന്ന സ്ഥലത്തെത്തി ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു. തുടർന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും പീഡിപ്പിച്ചുവെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതായും കോടതി കണ്ടെത്തി. സമൂഹത്തിൽ സംരക്ഷകനായി നിൽക്കേണ്ട ഒരാൾ വേട്ടക്കാരനായി മാറിയെന്നും കോടതി പറഞ്ഞു. പ്രതി പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഗുരുതര കുറ്റകൃത്യം ചെയ്തയാൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്ത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വിലയിരുത്തി. അതായത് ഒരു സംരക്ഷകനാകേണ്ട വ്യക്തി വേട്ടക്കാരനായി മാറി എന്ന് ഈ വിധിയിൽ, ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള വിധികളിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. പ്രതിഭാഗം ഇവർ തമ്മിൽ നല്ല പരിചയമുണ്ടായിരുന്നു, അത് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത് എന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വാദമായിട്ടുണ്ടായത്. പക്ഷെ അതൊക്കെ തന്നെ കോടതി മുഖവിലയ്ക്ക് എടുക്കാതെ ശരിയായ രൂപത്തിൽ ഈ കേസിനെ കണ്ടാണ് ഈ വിധി പറഞ്ഞത്. കഴിഞ്ഞ മാർച്ച് 27-നാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 22 വയസ്സുകാരി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സൻ ജോലി വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ പരാതി പോലീസ് കാര്യമായി എടുത്തില്ലെങ്കിലും ജനം TV വാർത്ത പുറത്തുവിട്ടതോടെ പ്രശോഭിനെതിരെ കേസെടുക്കുകയായിരുന്നു. പിന്നാലെ പ്രതി 2 മാസത്തോളം ഒളിവിൽ പോയെങ്കിലും മണ്ണാർക്കാട് SC/ST കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ കഴിഞ്ഞ മെയ് 27-ന് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. പാലക്കാട് സൗത്ത് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇതിനിടെയാണ് പ്രതി ജാമ്യഹർജി സമർപ്പിച്ചത്. ജനം, പാലക്കാട്.